പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അതായത് റൈപ്സ് എന്ന് പറഞ്ഞൊരു സിമുലേറ്റർ ഉണ്ട്. ആ സിമുലേറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. കാരണം നമുക്ക് സബ്ജക്റ്റിന് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണുള്ളത്, അസൈൻമെന്റ് ഇല്ല. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഗിറ്റ് ഹബിന്റെ ഇത് ഷെയർ ചെയ്യാം. നിങ്ങളത് റൈപ്സ് ഒന്ന് പറഞ്ഞുതരാം ഒരു ദിവസം. അപ്പൊ അതനുസരിച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ മെമ്മറി സിസ്റ്റം പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സിംഗിൾ സൈക്കിൾ പ്രോസസ്സർ പഠിച്ചു, അല്ലെങ്കിൽ മൾട്ടി സൈക്കിൾ പ്രോസസ്സർ പഠിച്ചു. അത് ഏതെങ്കിലും ഒരു പ്രോസസ്സറിന്റെ, അതായത് രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിഫറെന്റ് ടൈപ്പുള്ള പ്രോസസ്സേഴ്സ് ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും വർക്കിംഗ് നിങ്ങൾ ചെയ്ത് നോക്കണം ഈ റൈപ്സ് എന്ന് പറയുന്ന സിമുലേറ്ററിൽ. എന്നിട്ട് അതിന്റെ കമ്പാരിസണോ അല്ലെങ്കിൽ എന്തൊരു അനാലിസിസ് നടത്തുന്നു, ആ ഒരു റിപ്പോർട്ട് കാര്യങ്ങൾ തയ്യാറാക്കുന്നു. അതാണ് പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പൊ മെമ്മറി ആണെങ്കിൽ ഇപ്പൊ നമ്മൾ മെമ്മറി ഹൈറാർക്കി എന്ന് പറഞ്ഞ് പല മെമ്മറീസ് പഠിച്ചിട്ടുണ്ട്, ക്യാഷ് പഠിച്ചിട്ടുണ്ട്, മെയിൻ മെമ്മറി പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും സിമുലേഷൻ നമുക്ക് എവിടെ പറ്റും? റൈപ്സ് എന്ന് പറയുന്ന സിമുലേറ്ററിൽ പറ്റും. സോ അവിടെ നമ്മളത് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് വരുന്നത്, എന്താണ് അതിന്റെ ഡിഫക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കമ്പാരിസൺസ് ആണ്. പിന്നെ നമ്മൾ ഗിറ്റ് ഹബ് അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ കുറെ ടോപ്പിക്സ് ഉണ്ട്. അത് ഏതെങ്കിലും എടുത്ത് നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. സോ അതിനും അനാലിസിസ് ഉണ്ട്, അതായത് അതിന് മാർക്കുണ്ട്. അപ്പം 15-ാം തീയതിക്ക് തന്നെ അതും നിങ്ങൾ റൺ ചെയ്യുന്ന രീതിക്ക്, ഓഫ്ലൈൻ നിങ്ങൾ എന്തായാലും വരണമല്ലോ, അപ്പൊ അതും റൺ ആവുന്ന രീതിക്ക് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാന്നാണ് വിചാരിച്ചേക്കണത്. അതിനു മുന്നേ നിങ്ങൾക്ക് റൈപ്സ് ഞാൻ പറഞ്ഞു തരും. ഒരു 2 ക്ലാസ് മതി റൈപ്സിൽ ആ ഒരു സിമുലേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാനും ഇതൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഈ റൈപ്സിന്റെ സിമുലേഷൻ നിങ്ങളെ പഠിപ്പിക്കണം. പിന്നെ അതിനകത്ത് പ്രോജക്റ്റ് നിങ്ങളിപ്പോൾ ഒരാഴ്ച 2 ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഓഫ്ലൈൻ വരുമ്പോൾ വെക്കണ്ട, അല്ലാതെ നമുക്ക് വേറൊരു ദിവസം വെക്കാം. ഇന്റേണൽ ലാബ് എക്സാം ആ ഒരു ടൈമിലായിരിക്കും റിപ്പോർട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അതല്ലാതെ ഇത് എന്താ ഈ ഒരു പ്രൊജക്ട് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ പ്രൊജക്ട് പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് ഒന്ന് കാണിക്കുക, ജസ്റ്റ് എന്താണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ ഒരു ദിവസം വരേണ്ടി വരും, വേറെ എക്സ്ട്രാ ഒരു ദിവസം വരേണ്ടി വരും. 15-ാം തീയതി തന്നെ ടൈറ്റ് ഷെഡ്യൂൾ ആവുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഞായറാഴ്ച എക്സ്ട്രാ വരികയോ അല്ലെങ്കിൽ ആ 15-ാം തീയതിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം. കാരണം നമുക്ക് പ്രൊജക്റ്റ് അത് അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ പ്രസന്റേഷൻ വെക്കേണ്ടി വരും. പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പിന്നെ പ്രസന്റേഷൻ, അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറും. നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ നോക്കാം.